നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിന് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വളരെ ഹാപ്പിയിലാണ്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1K ആയിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ആ സന്തോഷം കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 1Kക്ക് പുറത്തു പോയിട്ടുണ്ട്. അപ്പം അതിന് എല്ലാവരോടും, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിനും എൻ്റെ യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരുന്നതിനൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇന്ന് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷെ ഒരു എഗ്ഗ് ന്യൂഡിൽസ്, അത് എഗ്ഗ് ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ എഗ്ഗ് ന്യൂഡിൽസ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന നൂഡിൽസ് ചിക്കി തോർത്തി എഗ്ഗ് ചിക്കി തോർത്തി നൂഡിൽസിനകത്ത് മിക്സ് ചെയ്യുക, വെജിറ്റബിൾസ് വഴറ്റി നൂഡിൽസിനകത്ത് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് വെജിറ്റബിൾസും മുട്ടയുടെ അംശമൊക്കെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് ചെല്ലും. അവർക്ക് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ, നൂഡിൽസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് ഇതെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാം രാവിലെ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്നുള്ളതിന്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആ എഗ്ഗ് നൂഡിൽസ് എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ് ഈ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കുന്നത്. നോക്കിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മസാല വേണം കേട്ടോ. മസാല എടുത്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, ക്യാബേജ്, പിന്നെ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണല്ലോ വെജിറ്റബിൾസ് എല്ലാം. പിന്നെ അത് കൂടാതെ ഒരു നൂഡിൽസ് 2 മുട്ടയാണ് കണക്ക്. 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നൂഡിൽസിനെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നൂഡിൽസ് പിറക്കിയിടുക. ഞാനിങ്ങനെ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷമാണ് നൂഡിൽസ് ഇടാറുള്ളത്. അതിനകത്ത് കിടക്കുന്നത് മസാലയാണ്. ഈ മസാല വേണ്ടേ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിനകത്ത് അത് വലിയ പാക്കറ്റായിരുന്നു. അപ്പം ഞാൻ അതിനകത്തുനിന്ന് മോൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അവൾക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്കിഷ്ടമല്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയണത്. ഞാൻ അങ്ങനെ നൂഡിൽസ് കഴിക്കാറില്ല. പിന്നെ ഞാൻ ഇച്ചിരി എങ്കിലും കഴിക്കുന്നത്, നേരത്തെ ഒട്ടും കഴിക്കില്ലായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് വലിയ പാക്കറ്റ് ആയതുകൊണ്ട് കുറച്ചിട്ട് ഹാഫ് മസാല കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് പാക്കറ്റ് ഞാൻ അങ്ങനെ വെച്ചിരുന്നു അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചൊക്കെ വീഴുമല്ലോ അതിനകത്തോട്ടോ, അങ്ങനെ വീണ് പോയതാണേ. അപ്പോൾ വേണ്ട ഞാനാണെങ്കിൽ അപ്പോൾ 1.5 നൂഡിൽസ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു. അതിൻ്റെ ബാലൻസ് 1.5 നൂഡിൽസ് വെച്ചിരുന്നു. അപ്പം ഞാൻ മസാലയും അതുപോലെ തന്നെ അത് 1.5 ആക്കി എടുത്തു. കറക്റ്റ് 1.5 ആക്കി എടുത്തിട്ട് ഞാൻ ഇത് എടുത്തേ. അപ്പം ഇത് നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇതിലേക്ക് തന്നെ മസാല ഇടുക ചെയ്യുന്നത്. അതാണ്ട് ഇപ്പം മസാല എല്ലാം അതിനകത്ത് ഇട്ട് കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരുന്ന 1.5 മസാല അതിനകത്ത് ഇട്ടു. അപ്പം ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോൾ തീർത്ത വെള്ളം വറ്റണ്ട, ചെറിയൊരു മയം അതിനകത്ത് ഉണ്ടായിരിക്കണം. വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നൂഡിൽസ് അങ്ങ് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോൾ. അത് വേണ്ട കേട്ടോ. കുറച്ച് മയം നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് എന്താ പറയുക, ക്യാരറ്റ്, ക്യാരറ്റൊക്കെ ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾക്ക് ഇത് കഴിക്കുന്നതല്ല. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. മസാല ഇട്ടുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം പ്രത്യേകം വരുന്നില്ലല്ലോ. കാരണം എൻ്റെ ചെറിയ പാത്രമായതുകൊണ്ട് ചരിഞ്ഞു പോകുക കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ ഇനി ഒരു വലിയ പാത്രം വാങ്ങണം. നമ്മൾ സാധാരണ അറിയാമല്ലോ, വീട്ടിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പഴയ പാത്രം കാണിച്ച് വെറുതെ നിങ്ങൾ എന്നെ കളിയാക്കണ്ടെന്ന് വരുത്തിയിട്ട് കേട്ടോ ഞാൻ പഴയ പാത്രം കാണിക്കാത്തത്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന കുറേ പാത്രങ്ങളായിരുന്നു. ഇപ്പം ഞാൻ ഇത് വന്നപ്പം ഞാൻ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ പുറത്തെടുത്താണ്. ഇപ്പം വേണ്ടാലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് കുറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തുവല്ലോ. എന്നിട്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കി നമുക്ക് മുട്ടയൊക്കെ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. നമ്മുടെ നൂഡിൽസിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പം മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണേ. എൻ്റെ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി പാടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. മുട്ടയുടെ ഒരു സ്വല്പം വീണിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എടുത്ത വഴിയിട്ടെ. അപ്പം ഇതുപോലെ ഞാനിനി ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. തവ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ 3 എഗ്ഗിനെയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം
ഞാനിപ്പോൾ 1.5 നൂഡിൽസ് ആയതുകൊണ്ടാണ് 3 മുട്ട എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2 മുട്ട, ഒരു നൂഡിൽസിന് 2 മുട്ട മതി കേട്ടോ. ഉപ്പ് ഓൾറെഡി ഉണ്ട്, കാരണം നമ്മളിപ്പോൾ നൂഡിൽസിനകത്ത് സാധാരണ ഉപ്പ് വരുമല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒനിയനോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതല്ലേ ഇതൊക്കെ. അപ്പോൾ ഇത് ഇത്രയായല്ലോ. അപ്പോൾ ഞാനിനി തവ ചൂടായിട്ടുണ്ട്. വേണ്ട, ഞാനിത് ഇത്ര എടുത്തിട്ട് താണ്ടേ നമുക്കിത് കുറച്ചുകൂടി സ്പൂണിന് ഇച്ചിരി വലിപ്പക്കുറവുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു മുട്ട പരുവത്തിലാക്കി ഞാനിപ്പോൾ എടുക്കുകയാണേ. കണ്ട, ഒരു വെറൈറ്റി ഐറ്റമായിട്ട് ഞാനിതിനെ എടുക്കുക. അപ്പോൾ ഇത് റെഡി ആവട്ടെ, നമുക്ക് തിരിച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ട് ഞാനിതിനെ തിരിച്ചിടാം. അപ്പോൾ അതാണ്ടേ മൂത്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടണേ. ഷേപ്പ് അത് ഇച്ചിരി ഒന്ന് മൂക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ, അതോ അങ്ങനെയൊക്കെ വരുമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മൂത്തിട്ട് വേണം ഇടാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ തിരിച്ചിടുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വഴറ്റി എന്താ പറയുക, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിട്ട് നമ്മൾ എഗ്ഗ് ചിക്കി തോർത്തി എടുത്തിട്ട് നമ്മൾ സാധാരണ നൂഡിൽസ് എന്നിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുത്താലോ. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതും വേറൊരു വെറൈറ്റി ആയിട്ട് ഇതെനിക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്യാമറ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളേ. അപ്പോൾ തന്നെ ഞാനത് തിരിച്ച് മറിച്ച് വിട്ടെടുത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നൂഡിൽസിനെ നമുക്ക് ഈ രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എഗ്ഗ് നൂഡിൽസിനെ നമുക്ക് കണ്ട ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരിച്ച് മറിച്ച് കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് ഇതെല്ലാമേ. കാരണം എന്നും ഒരേ രീതിയിലാകുമ്പോൾ അവരത് ഇഷ്ടപ്പെടില്ലല്ലോ. നമ്മൾ വെറൈറ്റി രീതിയൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വീട്ടിലിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ അമ്മമാർക്ക് വെറൈറ്റി രീതിയിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഞാനിത് ഇനി കുറച്ചും കൂടി ഇത്രയും കൂടി ഉണ്ടാക്കാറുണ്ട്. ഇതും കൂടി ഉണ്ടാക്കി ഞാൻ ഇതുപോലെ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ അതേണ്ടേ ഞാൻ ഇതുപോലെ രണ്ടാമത്തെ ട്രിപ്പ് കോരി ഒഴിച്ചു. അതും ഇങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ അടിയിൽ റെഡി ആകുമ്പോൾ നമ്മുടെ മുട്ട തിരിച്ചിടുന്ന പോലെ അല്ലെങ്കിൽ ദോശ തിരിച്ചിടുന്ന പോലെ നമ്മളങ്ങ് തിരിച്ചിട്ടാൽ മാത്രം മതി. തിരിച്ച് മറിച്ച് എടുത്തിട്ട് നമ്മളങ്ങ് എടുത്തോണ്ടാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു ഇട്ടെടുത്തിട്ട് നമുക്ക് തിരിച്ചത് എടുത്ത് വെക്കാവുന്നതാണ്. ഞാനിന്ന് ഉണ്ടാക്കിയ എഗ്ഗ് നൂഡിൽസ് കണ്ടു കാണുമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്ന് കഴിക്കില്ല കേട്ടോ. അതായത് ഇന്ന് എനിക്ക് ഷഷ്ടി വ്രതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. മോള് കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു, അത് മതിയല്ലോ. അപ്പോൾ കൊഞ്ഞു മാത്രമല്ല, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ നോൺ വെജ് യൂസ് ചെയ്യത്തില്ല. കർക്കിടക മാസമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്, ഞാൻ രാമായണം വായിക്കാറുണ്ട്. അപ്പം എല്ലാം ഉണ്ട് കേട്ടോ, ഭക്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും വീഡിയോസ് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റ.